വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാനെന്ന് പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാല് നമ്മുടെ വിഴിഞ്ഞങ്ങടപ്പുറത്ത് അവസ്ഥ കാണുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യും കാലും തളരുന്ന ഒരു അവസ്ഥയാണ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീസൺ ടൈം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ഏകദേശം ഒരു 1.5 ആഴ്ചക്ക് മുൻപാണ് ഒരു 100-ൽ കൂടുതൽ വള്ളക്കാർ ഇവിടെ അടുപ്പിച്ചതിന് ശേഷം ഒരു 100 കൂടുതൽ വള്ളക്കാർ വെയിറ്റിംഗ് ആയിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഓഗസ്റ്റ് 18-ാം തീയതി വന്ന് നോക്കിയപ്പോഴും ഇതേ അവസ്ഥ തന്നെയാണ്. ഇന്നലെയും ഇതേ അവസ്ഥ തന്നെയാണ്. ഏതായാലും ഇന്നത്തെ മീനുകൾ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. മീനുകൾ കുറവ് തന്നെയാണ് കേട്ടോ. ഉള്ള മീനുകൾ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. തട്ടുമടിക്കാർക്ക് കൊഴിയാള വരുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വെറൈറ്റി മീനുകളൊക്കെ വരുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ നോക്കാം. കണവയും കുറച്ച് വരുന്നുണ്ട്. എന്തോ മീനെന്തോ കല്ലടിപ്പാര തന്നെ ഇത്. കല്ലടിപ്പാരാണോ? പിന്നെ തട്ടുമടിക്കുള്ളതാണ്. എല്ലാ ഐറ്റം മീനുകളും വരുന്നുണ്ട്. ഇവർക്ക് തന്നെയാണ് കേട്ടോ കുറച്ച് മീന് കൂടുതലുള്ളത്. വേറെ വള്ളക്കാർക്കൊക്കെ മീന് കുറവാണ്. കല്ലടിപ്പാര എന്നാണ് ഇതിനെ പറയുന്നത്. ഇതിന് വേറൊരു പേരും പറയുന്നുണ്ട്. പിന്നെ ചാക്കാണിക്കാര്, അവിടെയും ചാക്കാണിക്കാര് കിടപ്പുണ്ട്. പിന്നെ വളയോടൊക്കെ ഉണ്ട് കേട്ടോ. വളയോട്, അതുപോലെ ഊളി, അങ്ങനത്തെ കുറച്ച് മീനുകളുണ്ട്. തലവള്ളത്തിലാണ് കിടക്കുന്നത്. വളയോട് മീനാണ് എടുക്കുന്നത്. ഇപ്പോൾ വളയോട് ഊളി എന്നൊക്കെ പറയുന്ന മീനാണ് ഇപ്പോൾ എടുത്ത് മാറ്റുന്നത്. ഓഗസ്റ്റ് 18-ാം തീയതിയുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കല്ലപ്പി എന്ന് പറയുന്ന മീനുണ്ട്. ചതക്കാരെയാണ് കണ്ടത്. ചതക്കാരെന്ന് പറയുന്നത് നമ്മൾ കണ്ട ഈ ഒരു തട്ടുമടിക്കാർക്ക് മാത്രം തന്നെയാണ് കുറച്ച് മീനുകൾ കൂടുതലുള്ളത്. വേറെ തട്ടുമടിക്കാർക്കൊക്കെ മീനുകൾ കുറവ് തന്നെയാണ്. ഈ കാണുന്ന തട്ടുമടി കൊള്ളയെന്ന് പറഞ്ഞാൽ കൊഴിയാളയാണ് കേട്ടോ. ആളെടുക്കുന്നില്ല, എടുത്തോ. ഇത് ശരിയായ സംസാരമല്ല. നീ ജോലിക്ക് പോയിട്ട് വന്നവനാണ് പറഞ്ഞു കേട്ടോ. നീ മോട്ടിച്ചിട്ട് വന്നവനല്ല ഇല്ലേ? ചെറിയ സൈസ് വാള ഉണ്ടോന്ന് കഴിഞ്ഞാൽ നാണക്കേട്. നെമ്മീനാണെങ്കിൽ വീഡിയോ എടുക്കാൻ പറയും. എല്ലാ തട്ടുമടിക്കാർക്കും മീനുകളൊന്നുമില്ല കേട്ടോ. ഇല്ലാതെയും ഒരുപാട് വള്ളക്കാരൊക്കെ വരുന്നുണ്ട്. ഇതാ ഈ കാണുന്ന ആൾക്കാർക്ക് ചെറിയ സൈസ് വാളയാണ്. അത് ഈ പൊടിപ്പിനൊക്കെ പോകുന്ന വാളയാണ്. നമ്മൾ ആദ്യം കണ്ട ആ ഒരു തട്ടുമടിക്കാർക്കാണ് അല്പം മീന് കൂടുതലുള്ളത്. വേറെ തട്ടുമടിക്കാർക്കൊക്കെ മീനൊക്കെ വളരെ കുറവാണ്. അപ്പൊ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, എന്തോന്ന് എടുത്താണ് വീഡിയോ ചെയ്യേണ്ടതെന്ന് ഒന്നും തന്നെ പിടിയില്ല. കാരണം വരുന്ന വള്ളക്കാർക്കെല്ലാം മൈനസ് തന്നെയാണ്. കിട്ടുന്ന മീൻ എന്തെങ്കിലും കൊടുത്തുകൊണ്ട് ഇനി 2-ാം പ്രാവശ്യം പോകുമോ ഇല്ലയോ എന്നൊന്നും തന്നെ അറിയില്ല. കണവയും കുറവ് തന്നെയാണ്. സാധാരണ കണവയെങ്കിലും തട്ടുമടിക്കാർക്ക് കാണുമായിരുന്നു. കണവയും കുറവ് തന്നെയാണ് കേട്ടോ. ഇനിയും ഒന്നും തന്നെ പറയാൻ പറ്റത്തില്ല. ഇനി വരുന്ന വള്ളക്കാർക്ക് മീനുകൾ എന്തെങ്കിലും കാണുമോ ഇല്ലയോ ഒന്നും തന്നെ പറയാൻ പറ്റത്തില്ല. ഇന്നലെയൊക്കെ ചെന്നവരെയൊക്കെ ഉണ്ടായിരുന്നേ. നവര എന്ന് പറയത്തില്ലേ, ചെന്നവര, മഞ്ഞ ഷേഡ് വരുന്ന. അപ്പോൾ ആ ഐറ്റം മീന് ഇന്നലെ ഓഗസ്റ്റ് 17-ാം തീയതി കുറച്ച് മീനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു 11 മണി കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കത്തുള്ളേ. ചെറിയ വള്ളക്കാർക്ക്, അതുപോലെ വലിയ വള്ളക്കാർക്ക്, നമ്മുടെ വള്ളക്കാർക്കൊക്കെ ഇന്നലെ ഈ പറയുന്നത് പോലെ നവര മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഏതായാലും വരാനിരിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മളെ വീഡിയോ ഒക്കെ കണ്ടിട്ട് വരിക കേട്ടോ. ഒരുപാട് ദൂരെ നിന്നൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നിങ്ങൾ വന്ന് വെറുതെ നഷ്ടപ്പെട്ടൊന്നും പോകാൻ പാടില്ല. അതുകൊണ്ട് മാത്രം തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. കറിക്ക് മീൻ വാങ്ങാൻ വന്ന ആൾക്കാരും കറിക്ക് മീൻ പോലും കിട്ടാതെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കാഴ്ചയും കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. ഇത് ഇന്നലെ വൈകുന്നേരം പണിക്ക് പോയിട്ട് വരുന്ന തമിഴ്നാട് വള്ളവളക്കാരാണ് കേട്ടോ. കണവ വരുന്നുണ്ട്, കണവ വരുന്നുണ്ട് ഇവര്. പകലൊന്നും പണിയില്ലാത്തത് കാരണം ഒരുപാട് വള്ളക്കാർ ഇപ്പൊ വൈകുന്നേരവും പണിക്കൊക്കെ പോകുന്നുണ്ട്. കണവയാണ് വാരി എടുക്കുന്ന ഒരു കുട്ടയില്. കണവയാണ്. ഒരു കുട്ടയിലേ ഉള്ളൂ ഇവർക്ക്, ഒരു മുക്കാൽ കുട്ട ഇത്രേ ഉള്ളൂ. ചെറിയ പയർ വള്ളക്കാരാണ്. ഒരു മുക്കാൽ ബോക്സില് കണവുണ്ട് കേട്ടോ. ചതക്കണ തന്നെയാണ്.
ഓഗസ്റ്റ് 18-ാം തീയതിയുള്ള ഒരു കാഴ്ച നമ്മുടെ കൂട്ടുകാർ കണ്ടാണുമല്ലോ. മീനൊക്കെ വളരെ വളരെ കുറവ് തന്നെയാണ്. ഇനി എനിക്ക് തോന്നുന്നത് ഈ തട്ടുമടിക്കാരൊക്കെ ഇനി വണ്ടിയിൽ കയറി അവരുടെ നാടുകളിലോട്ട് പോകും കേട്ടോ. ഇനി ഈ ചെന്നവരെന്നുള്ള മീനിനെ പ്രതീക്ഷിക്കാം നമുക്ക് ഒരു 11-12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും. ഓക്കെ.